പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. എന്താണ് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്? പിന്നെ നമ്മൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. തിരൂരിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. തിരൂർ ഇളകി മറിഞ്ഞു ഇപ്പോൾ. തീർച്ചയായും. പക്ഷേ ഇവിടെ മറ്റൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്താണെന്നറിയോ? കേരളത്തിൽ ഏറ്റവും അധികം കളവ് പറയുന്ന തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗാണ്. അവർ കളവ് പറയുന്നതിൽ അവരുടെ അണികളെ മത്സരിപ്പിക്കുകയായിരുന്നു. ഏറ്റവും അധികം കളവ് പറയുന്ന യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് പുതിയൊരു സമ്മാനം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടിൽ നടന്ന് ഏറ്റവും നല്ല രീതിയിൽ കോർണറുകൾ ഇരുന്ന് ഏറ്റവും അധികം കളവുകൾ, തെറ്റായ കാര്യങ്ങൾ ഏറ്റവും അധികം പറയുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സമ്മാനം അവർ കൊടുക്കുന്നുണ്ട് അറിഞ്ഞു. അത് പ്രത്യേകമായി തന്നെ ആ മത്സരമാണ് അവരുടെ ഇടയിൽ ഇവിടെ നടന്നിട്ടുള്ളത്. നാളെ നിശബ്ദ പ്രചരണമാണ്. എന്തായാലും ഒരൊറ്റ ദിവസം 24 മണിക്കൂർ എന്താണ് ജനഹൃദയങ്ങളിൽ എന്ന് കാണാൻ പോവുകയാണ്. എന്താണ് അവസാന വട്ടത്തിലൂടെ നോക്കിക്കാണുമ്പോൾ പറയാനുള്ളത്? ഇതൊക്കെ നമ്മുടെ പദ്ധതികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രചരണ പരിപാടികളിൽ ഉള്ള പ്രധാനമായും ജനപങ്കാളിത്തം. ഇപ്പോൾ നമ്മുടെ 2 ക്യാമ്പയിനുകൾ, പ്രധാനമായിട്ടുള്ള ക്യാമ്പയിനിലൊക്കെ 10,000 25,000 ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ അവർ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ആ മാറ്റത്തിനായി ഇവിടുത്തെ സ്ത്രീകളും യുവാക്കളുമൊക്കെ തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ കളിയാക്കാനാണ് തോന്നുന്നു. ഇന്നലെ ഒരു മെസ്സിയുടെ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് ആളുകൾ എടുത്തതെന്ന് അറിയില്ല. അതൊക്കെ UDF വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ സ്വാധീനിക്കുന്നതിലപ്പുറം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയമായ ചർച്ചക്കോ വികസനപരമായ ഒരു ചർച്ചക്കോ മുസ്ലിം ലീഗിന് ധൈര്യം വന്നിട്ടില്ല. അത്തരത്തിലൊരു ചർച്ച നടത്താനുള്ള എല്ലാ പഴുതും അവരടച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കളവുകളുടെ മത്സരമാണ് തിരൂരിൽ അവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൻ്റെ വികസനം, കേരള വികസന മോഡൽ ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനപ്പുറം സംശുദ്ധമായ രാഷ്ട്രീയം, അഴിമതിയില്ലാത്ത രാഷ്ട്രീയം, അതാണ് ജനങ്ങളുടെ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം. 10 വർഷത്തെ അനുഭവം എന്നുള്ളത് ഏറ്റവും സമാധാനപൂർവമായ അന്തരീക്ഷം കേരളത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് ഷോയിൽ ഉടനീളം നടക്കുമ്പോൾ കാണാൻ സാധിച്ച ബോർഡുകളിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം മാറ്റത്തിൻ്റെ കഥ പറയുമെന്നുള്ള ബോർഡ് കാണും എല്ലായിടത്തും. തീർച്ചയായും അത് തിരൂരിലെ ജനങ്ങളുടെ മനസ്സാണ് അതിലെഴുതിയിട്ടുള്ളത്. ആ മാറ്റം കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ കുറേ റിപ്പോർട്ട് ചെയ്തതാണ്. നിരവധി മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങളിപ്പോൾ അത് നോക്കിയിട്ടുണ്ട്, അവിടുത്തെ പ്രചരണം എന്താണ് എന്നൊക്കെ. പക്ഷേ ഇവിടെ നടന്ന അതൊന്നുമല്ല. അപ്പോൾ ഇവിടെ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഭൂരിപക്ഷം ആളുകളും ആ മാറ്റത്തിനായി വോട്ട് ചെയ്യും. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും, എന്താ സംശയമുള്ളത്. പക്ഷേ ഏതായാലും ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്കുള്ള ഒരു കാര്യം, നിങ്ങൾ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളെ പ്രതികരിച്ചുള്ളതാണ്. ഇത്രയധികം കളിവുകൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ വിശ്വാസത്തെ തകർക്കുമെന്ന കാര്യം സംസ്ഥാന പ്രസിഡന്റിനെ ഇതിലൂടെ ഒന്ന് അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവസാനമായി ചോദിക്കാനുള്ളത്, അവസാനപ്പെട്ട പ്രതികരണം എങ്ങനെയാണ് വോട്ടർമാരോട്? തീർച്ചയായും തിരൂരിൻ്റെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ വരാൻ പോകുന്ന വോട്ടിൽ അത് രേഖപ്പെടുത്തണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ തിരൂരിന് ആവശ്യം, എന്താണോ തിരുനാവായ്ക്ക് ആവശ്യം, എന്താണോ ആദവനാട് ആവശ്യം, എന്താണോ വെട്ടത്തിന് ആവശ്യം, എന്താണ് തലക്കാടിന് ആവശ്യം, ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള 5 വർഷമാണ് വരാൻ പോകുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചാൽ വർഷങ്ങളായി നിങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്നങ്ങൾ പൂവണിയുമെന്ന കാര്യത്തിൽ സംശയമില്ല.